ഈ തലസ്ഥാനത്ത് കോർപ്പറേഷനിലെ പുതിയതായിട്ട് വന്ന നമ്മുടെ മേയർ വി രാജേഷും ഗതാഗത മന്ത്രിയും തമ്മിൽ ഒരു തർക്കമുണ്ടായത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇലക്ട്രിക് ബസ്സിൽ അതിൽ കോർപ്പറേഷന്റെ വിഹിതമുണ്ടെന്നും കോർപ്പറേഷന് ലാഭം വേണമെന്നുമൊക്കെയായിരുന്നു ആ വിവാദത്തിന്റെ പൊരുൾ. അത് പിന്നീട് കെ വി ഗണേഷ് കുമാർ വന്ന് തുറന്നടിച്ചു. വണ്ടി വേണമെങ്കിൽ അങ്ങ് വിട്ടുതരാം, അവിടെ കൊണ്ട് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അതോടുകൂടി വി രാജേഷ് ഒന്ന് അടങ്ങി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ വി രാജേഷ് പറയുന്ന സാഹചര്യമുണ്ടായി. ആ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇലക്ട്രിക് വാഹന ഇടപാടിൽ വലിയ ചതി നടന്നുവെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കരാറെടുത്ത ഏജൻസികൾ ബാറ്ററി മാറ്റാനോ അറ്റകുറ്റപ്പണികൾക്കോ തയ്യാറാകുന്നില്ല. ബാറ്ററി മാറ്റാത്തതിനാൽ വാഹനങ്ങൾ പലതും നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബസ്സുകൾ ഓടിക്കിട്ടുന്ന ലാഭം ജീവനക്കാരുടെ ശമ്പളത്തിന് പോലും തികയുന്നില്ലെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓരോ കാലത്ത് ഭരിക്കുന്നവർക്ക് ഓരോ തീരുമാനം എടുക്കാം. നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്ക് റൂട്ടുകൾ കിട്ടേണ്ടത് ഈ ബാറ്ററി വണ്ടി ഓടുന്ന സ്ഥലത്തല്ല, സിറ്റിക്കകത്തല്ല കളക്ഷൻ കിടക്കുന്ന വലിയ ഗ്രാമങ്ങളിലുള്ള നാഷണലൈസ് റൂട്ടുകളിൽ ഞങ്ങളിപ്പോൾ ചെറിയ ബസ്സൊക്കെ വാങ്ങിച്ച് ഓടിച്ചത് വലിയ കളക്ഷനാണ്. കാരണം ആ മനുഷ്യന് ഒരു തരത്തിലും വണ്ടിക്ക് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. വേറെ ഒരു വണ്ടിയും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന സ്ഥലമാണ്. അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ ബാറ്ററി വണ്ടിയും കൊണ്ട് പറ്റത്തില്ല. KSRTC ഇലക്ട്രിക് ബസ് ഉള്ളതുകൊണ്ട് നഷ്ടമാണോ അതോ ലാഭമാണോ അതോ ഒന്നുമില്ലാത്ത കുഴപ്പമില്ലാതെ പോവുകയാണ്. മൊത്തത്തിൽ എടുക്കുമ്പോൾ നഷ്ടമുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞല്ലോ, 2500 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ശമ്പളം കൊടുക്കുമ്പോൾ തന്നെ 1500 രൂപ 1600 രൂപ 1200 രൂപ പോയി കഴിഞ്ഞു. പിന്നെ ഇലക്ട്രിക് ചാർജും കൂടെ വരുമ്പോഴേക്കും പിന്നെ ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ തന്നെ MVD വാടക എടുത്ത വണ്ടിയിൽ അടുത്ത നഷ്ടവും ചതിയുമാണല്ലോ. അതിന് യാതൊരു അപ്ഡേഷനും ഇല്ല. അതിൻ്റെ ബാറ്ററി മാറ്റി തരുന്നില്ല, വണ്ടികൾ റോഡിൽ ഒതുക്കിയിരിക്കുകയാണ്. പറയാനൊന്നും മടിക്കേണ്ടതല്ലോ, ഉള്ള കാര്യം തന്നെയാണ്. അതൊരു വലിയ ചതിയാണ്. കാരണം മാസം 25 ലക്ഷം രൂപ നമ്മൾ വാടക കൊടുക്കുകയാണ്. എടുത്തിട്ട് അത് ഒരു പ്രയോജനമില്ല. നമുക്ക് ശബരിമലയ്ക്ക് ഞങ്ങൾ ഡീസൽ വണ്ടിയാണ് ഓടിച്ചത്. കാരണം അവിടെ ഓടിക്കാൻ പറ്റില്ലത്. ആകുമ്പോൾ കട്ടപ്പുറത്ത് ഇറക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് AMC ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 രൂപ 60 പൈസ ഒരു കിലോമീറ്ററിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് വരട്ടെ, അതൊക്കെ വരുമ്പോഴല്ലേ. ചീത്തയാകുമ്പോൾ നന്നാക്കാം. ചീത്തയാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ചീത്തയാകാതെ പോകട്ടെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആഷൻ ഡിയാഗോ ഉണ്ട്. ആഷൻ ഡിയാഗോ, നമ്മുടെ മേയർ വി രാജേഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞങ്ങൾക്കും അതിൻ്റെ ലാഭവിഹിതം കിട്ടണം കോർപ്പറേഷനും എന്ന് പറഞ്ഞു. ലാഭവിഹിതം പോയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം എന്നാണോ ഇപ്പോൾ മന്ത്രി പറഞ്ഞത്? ഈ ബസ്സുകൾ വാങ്ങി അത് തലയിലായോ ആഷൻ ഡിയാഗോ? ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, MVD വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് വാഹനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് മന്ത്രി ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ കരാറെടുത്ത കമ്പനി അത് വലിയൊരു നഷ്ടവും ചതിയുമാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം മാസം 25 ലക്ഷം രൂപ വാടക നൽകുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ്. പക്ഷേ ഈ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ ഒതുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പലതിൻ്റെയും ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടുണ്ട്. പലതും ഈ നിശ്ചയിച്ച ദൂരം പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സീസൺ നടക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ MVDക്ക് വാഹനങ്ങൾ ആവശ്യമുള്ളൊരു സമയമാണ്. സന്നിധാനത്തും പമ്പയിലുമൊക്കെയായി മോട്ടോർ വാഹന വകുപ്പിന്റെ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നടക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഈ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതും ഈ വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പലതും ബാറ്ററി കേടായതിനെ തുടർന്ന് റോഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. വലിയ ചതിയാണ് ഈ ഒരു കരാറിൽ നടന്നിട്ടുള്ളത്. മൊത്തത്തിൽ മന്ത്രിക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള ഒരു വിരക്തിയാണ് മന്ത്രി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലും അദ്ദേഹം തന്നെ നിലപാട് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ബസ്സുകൾ കൃത്യമായി തന്നെ ലാഭത്തിലല്ല, വലിയ നഷ്ടത്തിലാണ് ഓടിക്കുന്നത്.